2 വർഷം കൊണ്ട് പാർട്ടി തുടങ്ങി CM ആയവനല്ല വിജയ്. അതിന് പിന്നിൽ ഒരു വമ്പൻ കഥ തന്നെയുണ്ട്. വർഷം 2013 വിജയുടെ ഒരു പടം ഇറങ്ങുന്നു. അതിന്റെ പേരാണ് തലൈവർ. എന്നാൽ പടത്തിന്റെ പേര് കാരണം തന്നെ തമിഴ്നാട്ടിൽ അത് റിലീസ് ചെയ്യാൻ ഒരുപാട് വൈകുന്നു. പിന്നീട് 2014 ആയപ്പോൾ കത്ത് റിലീസ് ചെയ്യുന്നു. ഇതിലൂടെ ഫാമേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കോർപ്പറേറ്റ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതോടെ കൊമേഴ്ഷ്യൽ സ്റ്റാർ എന്ന വിജയുടെ ഇമേജ് സോഷ്യലി അവെയർ ആയുള്ള ഒരു ഫിഗർ ആയിട്ട് മാറുന്നു. 2017 മെർസൽ മൂവിയായിട്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നു. ഈ ഒരു പടത്തിലൂടെ GST കുറിച്ചും ഒരുപാട് ഹെൽത്ത് കെയർ ഇഷ്യൂസിനെ കുറിച്ചും അദ്ദേഹം അതിശയിപ്പിച്ചു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ BJP-കാരുടെ കണ്ണിൽ ഒരു കരടായി അദ്ദേഹം മാറിയിരുന്നു. BJP പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. എന്നാൽ ഈ ഒരു അതിശയങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇമേജ് ഇന്ത്യ മുഴുവൻ വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 2018 ആയപ്പോൾ അദ്ദേഹം റൂട്ട് ഒന്ന് ചെറുതായിട്ട് മാറ്റി. പിന്നീട് നീറ്റിനെ കുറിച്ചിട്ടും എഡ്യൂക്കേഷനിൽ നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചും ഇഷ്യൂസിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് യൂത്തുമായുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നു. 2019 സർക്കാർ മൂവി റിലീസ് ചെയ്തു. ഇതിൽ വോട്ട് നമ്മുടെ അവകാശമാണെന്നും പൊളിറ്റിക്സിൽ നടക്കുന്ന കറപ്ഷനെ കുറിച്ചും അദ്ദേഹം ഫോക്കസ് ചെയ്തു. ഇതോടെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇമേജ് വീണ്ടും സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്തത്. 2020 മാസ്റ്റർ മൂവി ഷൂട്ട് ചെയ്യുന്ന സമയം അദ്ദേഹത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ചെയ്യുന്നു. ഈ റെയ്ഡ് കാരണം തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഒരു സിമ്പതി ഉണ്ടാവുന്നു. പിന്നീട് 2021 ഫ്യൂൽ പ്രൈസ് കൂടിയെന്ന് ആരംഭിച്ചുകൊണ്ട് അദ്ദേഹം പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ബൈസിക്കിളിൽ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ തമിഴ്നാട്ടുകാർ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. അദ്ദേഹം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്നും തങ്ങളെ രക്ഷിക്കാമെന്ന ഒരു രക്ഷകനാണെന്നും അവർ ഉറപ്പിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ ഒരു സിസ്റ്റം അവിടെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. ഫാൻ ക്ലബ്സ്, വെൽഫെയർ ആക്ടിവിറ്റീസ്, യൂത്ത് സപ്പോർട്ട്, പബ്ലിക് ട്രസ്റ്റ് ഇതെല്ലാം പിന്നാമ്പുറത്ത് തകൃതിയായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനുള്ള പ്രതിഫലമായിട്ടാണ് ഈ ഒരു വിജയം, അതും ശക്തനായുള്ള സ്റ്റാലിൻ അഗെയിൻസ്റ്റ് ആയിട്ട്. സോ നെവർ അണ്ടർസ്റ്റിമേറ്റ് ദി മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ദിസ് ഓൾ.